ഇന്ന് എന്തൊക്കെ കഴിച്ചെന്ന് നോക്കിയാലോ. രാവിലെ തന്നെ ചായ കുടിച്ചിട്ടാണ് ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ലീവുള്ളപ്പോൾ മാത്രമേ ഇങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിക്കാറുള്ളൂ, അല്ലെങ്കിൽ ചായയൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചായ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേണ്ട പോലെ ഞാൻ ഉണ്ടാക്കുമല്ലോ. അപ്പം രാവിലെ ചായ കുടിച്ച ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സ്കിപ്പാണ്. ഇന്ന് നോക്കിയപ്പോൾ ഞാൻ സെപ്റ്റിൽ നിന്ന് മേടിച്ച ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് എന്ന് പറഞ്ഞ് മേടിച്ചതായിരുന്നു, പക്ഷേ എനിക്ക് റെഡ് ആയിരുന്നു ഇഷ്ടം. വൈറ്റ് ആണെന്നാണ് അവർ എഴുതിയിരുന്നത്, പക്ഷേ കിട്ടിയപ്പോൾ റെഡ് തന്നെ കിട്ടി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടാവാറില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അറിയണത് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് എൻ്റെ നാക്കിൽ കളറാവുന്നു. വീഡിയോ എടുത്തത് കൊണ്ട് മാത്രം ഞാൻ തിരിച്ചറിഞ്ഞു. ഇതുവരെ കഴിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രാവശ്യമൊന്നും കഴിച്ചിട്ടില്ല, 2-3 പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി ചോറും മീൻകറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസത്തെ മീൻകറിയായിരുന്നു. ചൂര, എനിക്ക് ചൂര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചൂര മുളകിലിട്ടതാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് ചോറും കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസത്തെ കാട്ടിലും ഇന്നായിരുന്നു അതിന് ടേസ്റ്റ്. തലേ ദിവസത്തെ കാട്ടിലും കൊള്ളായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫിഷൊന്നും അത്ര ഫ്രഷ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. എനിക്ക് ഈ ചൂരയുടെ കറുത്ത ഭാഗം ഇഷ്ടമാണ്. വെള്ള ഭാഗം കറുത്ത ഭാഗമുണ്ട്. എനിക്ക് കറുത്ത ചൂര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് എപ്പോഴും തോന്നും. ചൈൽഡ്ഹുഡ് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചൂര. അപ്പോൾ ഞാൻ മാത്രം അത് ഫുള്ള് 2 കുട്ടിച്ചൂര മേടിച്ചു. ആ 2 കുട്ടിച്ചൂരയും ഞാൻ തന്നെ തലേ ദിവസവും രാത്രിയും അതുപോലെ ഇന്നുമായിട്ട് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ തലയൊക്കെ ഞാനെടുത്ത് കഴിച്ചു. വീട്ടിലെ ഓർമ്മകളൊക്കെ വന്നെങ്കിലും നമുക്കതൊക്കെ അടക്കി കഴിക്കാം. വൈകിട്ടൊരു കുറച്ച് ഞാൻ പുറത്ത് പോയപ്പോൾ ഞാനൊരു പഴംപൊരിയും ചായയും കുടിക്കാമെന്ന് പറഞ്ഞാണ് കയറിയത്. പക്ഷേ പഴംപൊരി കഴിക്കുകയും ചായ കുടിച്ചില്ല. പകരം ഞാൻ മാറ്റി പിടിച്ചു. എനിക്കെന്തോ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കാനായിട്ട് കൊതിയായിട്ട് കരിക്കിൻ്റെ ഒരു മിൽക്ക് ഷേക്ക് മേടിച്ചു കേട്ടോ. പക്ഷേ കരിക്കിൻ്റെ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. ഒരു വാനിലയുടെ ഷേക്കിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു. അതൊക്കെ ദേഹത്തൊക്കെ കളഞ്ഞ് ഞങ്ങൾ കുടിച്ചു. നൈറ്റ് ആയപ്പോൾ സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് എൻ്റെ ഫേവററ്റ് ഒരു സ്പോട്ടാണ് കടവ് ഷാപ്പ് കറി എന്ന് പറയുന്നത്. അത് ബാംഗ്ലൂരിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് പോയി ട്രൈ ചെയ്യുക. HSR ലേഔട്ടിലെ കടവ് ഷാപ്പ് കറി. അവിടുത്തെ പൊതിച്ചോറ് ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ അവിയലും ചോപ്പ് കൂട്ടാനും ചോപ്പ് കിച്ചടി, നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയും, പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് തോരനുണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ മോര് മുളക് പിക്കിള്, അതിൻ്റെ കൂടെ സാമ്പാറും മോരും. എന്ത് ടേസ്റ്റായിരുന്നെന്നറിയോ. പ്രത്യേകിച്ച് നമ്മുടെ ആ സാമ്പാറില്ലേ, നാട്ടിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ്. ബാംഗ്ലൂരിലെ മറ്റേ നോർമൽ ഉടുപ്പിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പഞ്ചസാര ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കി തരുന്നതെന്ന് എനിക്ക് തോന്നും. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനത്തെ സാമ്പാർ കഴിക്കുമ്പോൾ എത്ര ഡിഫറൻസ് ആണെന്ന് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്. ഇവർ ഓരോരുത്തർ സാമ്പാർ ഉണ്ടാക്കുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ്. എന്തായാലും എൻ്റെ നൈറ്റിലത്തെ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരുപാട് റൈസും അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വാഴക്കൂമ്പ് തോരനൊക്കെ. അതൊക്കെ കഴിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, വീട്ടിലൊക്കെ ഉണ്ടായിരുന്നപ്പം അമ്മയുടെ ഫുഡിനൊന്നും ഒരു വിലയില്ല, എന്നും കിട്ടുന്നു. അതൊക്കെ കഴിക്കാനായിരുന്നു മടി. പുറത്ത് ഫുഡ് കഴിക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇവിടെ വന്ന ശേഷം എനിക്ക് നാട്ടിലെ ഫുഡ് ഒരുപാട് മിസ് ചെയ്യും. പ്രത്യേകിച്ച് ഫിഷ്, ഇങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് കൊണ്ടുള്ള പല കൂട്ടാൻ. ഇതായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ ഫുഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.